എല്ലാവരും സജീവമായിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഇതിനു മുമ്പല്ലേ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റൊരു ഇനോഗ്രേഷൻ ഉള്ളപ്പോൾ അപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഇപ്പോൾ അതേ കണ്ടു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫ്ലവേഴ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്കൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരുവായിട്ടുണ്ട്. പക്ഷേ ലൈക്ക് സ്റ്റാർ മാജിക് എന്നൊരു ഷോ 7 years ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇനി സംതിങ് ചേഞ്ചസ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം വഴിയെ പറയാം, സമയമാവുമ്പോൾ പറയാം. ഞാനിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം നമ്മൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് ലൈക്ക് സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും. എന്തായാലും നിങ്ങളെ തന്നെ ഞാൻ അറിയിക്കത്തില്ല. പറയൂ. അല്ല, ഈ വിവാദങ്ങൾ എന്ന് പറയുമ്പോഴേ വിവാദങ്ങളിൽ ഒരു ചെറിയ പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? എല്ലാവരും കാണിക്കില്ല. അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് ലൈക്ക് മോശമായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ അവരെയും അദ്ദേഹത്തെയും എൻ്റെ ഫാമിലിയെയും മാത്രം എനിക്ക് നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ആൾക്കാരോ ലൈക്ക് എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരോ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് അവരൊന്ന് ആലോചിക്കുക. അതുപോലെ ഈ കമൻറ്റ് ഇടുന്നവരാണെങ്കിലും അവരൊന്ന് ആലോചിക്കുക. പക്ഷേ ഞാൻ പറയില്ലേ, ലൈക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മളൊരു കാര്യം നല്ലത് ചെയ്തിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഈ പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ എത്രയോ പേരെന്ന് പറഞ്ഞാൽ എത്രയോ പേരെന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാണ് കേട്ടോ. എനിക്ക് പറഞ്ഞു ഒരു 40-46 വയസ്സായിട്ടുണ്ട് ആ ആൻറ്റിക്ക്. ഞാൻ ലൊക്കേഷനും കൂടെ പറഞ്ഞുതരാം. ആ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം ഇത് എന്തായാലും കാണും, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരും. ആ ആൻറ്റി ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആൻറ്റി അറിയില്ല, ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പെറ്റ് പാർക്കില്ലേ, അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞത്, ലക്ഷ്മി വീഡിയോ കണ്ടു, എൻ്റെ അച്ഛൻ്റെ തോർത്ത് മാത്രമാണ്, അതായത് ലൈക്ക് ബാത്തവൻ തോർത്ത് മാത്രമാണ് എൻ്റെ കയ്യിൽ എക്സിസ്റ്റിംഗ്, ഞാൻ അതും കൊണ്ട് പോവുകയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ലൈക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല. ലൈക്ക് രേണു പറയുന്നത്, രേണുവാണ് എനിക്ക് ആ ഒരു ലീഡ് തന്നത്. അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, രേണുവും ഹാപ്പിയാണ്. എൻ്റെ വീട്ടുകാർക്ക് തന്നെ അറിയാം, അവരുടെ ഫാമിലിക്ക് തന്നെ അറിയാം. അത്ര മാത്രം മതി. മറ്റുള്ളവരെ ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അത് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. അത്രേ ഉള്ളൂ. കല്യാണത്തിന് കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ദുബായിലായിരുന്നു. പോസ്റ്റ് ആരും കണ്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റി അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരല്ല. ഞാൻ ദുബായിലായിരുന്നു. ഇനി ഞാൻ നിർത്തിയായിരുന്നു. വിഷമായോ? 7 വർഷമായി കാണണോ? ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ പറയണോ ഞങ്ങൾക്ക് മാറ്റം വേണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അല്ലേ? ഞങ്ങൾ ലക്ഷ്മിയെ ഞാൻ പരിപാടികൾ ചെയ്തോണ്ടിരിക്കും. ക്യാമറ എന്നെ ഇവിടെ കൊണ്ടുവയ്ക്കല്ലേ പ്ലീസ്. ഒന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 7 years ആയിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിനും കിട്ടാത്തൊരു ആക്സെപ്റ്റൻസ് ആണ് എനിക്കാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും കിട്ടിയിട്ടില്ല. ഈ പറയുന്നത് ഈ അമ്മയുടെ മനസ്സിലുണ്ടോ, അതായത് അവർ പ്ലാസ്റ്റിക് ആയിട്ട് ഒരു ഈ അനീതിയുടെ മനസ്സിലുണ്ടോ? അങ്ങനെയല്ല, ലൈക്ക് ആരും നമ്മളെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നുമല്ല കാണുക. അവരുടെ വീട്ടിലൊരു മെമ്പറായിട്ടാണ് കാണുന്നത്. അത് എല്ലാം സ്റ്റാർ മാജിക് കൊണ്ടാണ്. സ്റ്റാർ മാജിക്കിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹവും ഒക്കെ എന്നും നിങ്ങളോട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കഴിഞ്ഞ എയർലാക്കുന്ന കുറച്ച് പേരുണ്ട്. ഇന്നത്തെ കാലത്ത് എയർലാവുന്നതിന് ട്രെൻഡാണ്. അത് വൈറലായിട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അതും എൻജോയ് ചെയ്യണ ഒരാളാണ്. ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഏറെക്കൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു കേട്ടോ. ആൻഡ് സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇവിടെ വന്നിട്ടുള്ള ഓൺലൈൻ മീഡിയാസ്, ഇവിടെ ഒരുപാട് ക്രൗഡ് വന്നിട്ടുണ്ട്. അതിനുപരി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് സ്റ്റാർ മാജിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ വളച്ചൊടിക്കുമെങ്കിലും ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കൺസേൺ കാര്യങ്ങൾ എല്ലാം എന്താ പറയുക, അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയാസ് ആണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ്. കാരണം എന്ത് വാർത്ത എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട, ഇത് ചിലപ്പോൾ അപ്ലോഡ് വരെ വന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു ഇൻവിറ്റേഷനിൽ നിങ്ങളെത്തിയതിൽ ഞാനെല്ലാ സ്റ്റാഫും, നിങ്ങളെല്ലാവരും സ്റ്റാഫ് അത്രയധികം പേര് വന്നിട്ടുണ്ട്. സോ താങ്ക്സ് എല്ലാവർക്കും. ഒരു കാര്യം, കല്യാണം ആവുമ്പോൾ ഞാൻ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാം. താങ്ക് യു. കാര്യം എനിക്കും എല്ലാ എക്സ്ക്ലൂസീവ് നിങ്ങൾ കൊണ്ടുപോയാൽ മതിയോ? ജസ്റ്റ് കവാലി. ഇനി വില ചോദിക്കണ്ടോ? ആമ്പ് പോലെ ഇരിക്കും. ഇങ്ങനെയല്ല, ഒരു ലക്കി ഡ്രോ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ
പോരെ എല്ലാവരും കൂടെ